സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 19 വെനസ്ഡേയുടെ എനർജി പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. The Devil, 2 of Pentacles in energy. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം റിയലൈസേഷൻ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നതാണ്. പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു എനർജി നിഷേധിച്ചിട്ടുണ്ടാകാം, ഡിനൈ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഫൈനലി അവിടെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കാതെ പോയ എന്തെങ്കിലും കാര്യങ്ങൾ, ലഭിക്കാതെ പോയ എന്തെങ്കിലും എനർജീസ്, അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കൊണ്ടുവരാനായിട്ട്, പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ എല്ലാം ഒരു കറക്റ്റ് ഓർഡറിലാണ് സംഭവിക്കുന്നത്, ഒരു ഡിവൈൻ എനർജിയിൽ ആ ഒരു ഫോമിലാണ് സംഭവിക്കുന്നത്. ആ ഒരു റിയലൈസേഷൻ, ഈശ്വരൻ്റെ ആ ഒരു സപ്പോർട്ട് കുറച്ച് പേർക്ക് തിരിച്ചറിയുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ എന്താണ്, ശരിക്കും നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്, അതിനെക്കുറിച്ചിട്ടും ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ഉണ്ടാകുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 of Wandsൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത് ബാക്കിൽ കണ്ടോ, ക്യൂനും കിങ്ങും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഈ ഒരു ദിവസം ഫോക്കസിൽ വരുന്നുണ്ടാകാം. ഈ ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത് നിങ്ങളുടെ പവറാണ്, നിങ്ങളുടെ സ്ട്രെങ്ത്താണ്. അത് നിങ്ങൾ എങ്ങനെയാണ് ചാനൽ ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ കഴിവുകൾ യൂസ് ചെയ്യുന്നത്. അവിടെ കുറച്ചൊരു അറ്റൻഷൻ, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പുതിയ ഐഡിയ, പുതിയ തോട്ട് പ്രോസസ്സ്, പുതിയ എനർജീസ് കടന്നു വരുന്നുണ്ടാകാം. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രാവർത്തികമാക്കാനായിട്ടും കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നും ചെയ്യുന്ന രീതി, ആ ഒരു റുട്ടീൻ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വച്ചേക്കുന്ന ആ ഒരു എനർജിയാണ്, അതിൽ നിന്നും ബ്രേക്ക് ഫ്രീ ആയിട്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരോട് കുറച്ചും കൂടെ പ്രത്യാശയോടുകൂടി, കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഹോപ്പ്ഫുൾ എനർജി, പ്രത്യാശയുടെ എനർജിയും നിങ്ങളെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആക്ഷൻസ് എടുക്കാനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രവർത്തിക്കുക, ആക്ഷൻസ് എടുക്കുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ്, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിലും ന്യൂ എനർജീസാണ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നതായിരിക്കാം. ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മറികടക്കാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് സ്പിരിച്വൽ രീതിയിലായിരിക്കാം.
എന്തെങ്കിലും ആ ഒരു എനർജിയിൽ എന്തെങ്കിലും ഷിഫ്റ്റ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്, പിന്തുണ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വ്യക്തികൾ നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. എഗെയിൻ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് ഫാമിലിയുടെ, മദറിൻ്റെ, നെയ്ബേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും സിറ്റുവേഷൻ മറികടക്കാനായിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും പാസ്റ്റിലെ എനർജീസ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങൾ നന്നായിട്ട് ചാനൽ ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളുടെ ബുദ്ധിശക്തി, ഇൻ്റലിജൻസ് അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജിയിലോട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി സ്പിരിച്വൽ എനർജി, ഡിവൈൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി മുന്നോട്ട് പോകുക. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. ബാലൻസ്ഡ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 19 പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. ബാക്കിൽ 4 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് കപ്സ്, അതുപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഫാമിലി, ഹോം, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒത്തിരി ജ്ഞാനം, അറിവ് നേടാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കരിയറിലും എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജി, ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ സ്കിൽസ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള, ഒത്തിരി താങ്ക്ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് വരുന്നുണ്ടാകാം, എന്തെങ്കിലും സെലിബ്രേഷൻസ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ ചിന്തിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ഐഡിയ ആയിരിക്കാം, ന്യൂ എനർജി ആയിരിക്കാം, അത് കുറച്ച് പേർക്ക് പ്രാവർത്തികമാക്കാനായിട്ട്, പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ചാരിറ്റിയുടെ എനർജിയാണ്, ഹെൽപ്പിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ്, സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലും ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇമോഷണൽ എനർജി, മെൻ്റൽ എനർജി, മാനസികമായിട്ടുള്ള എനർജിയും അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള എനർജിയിലും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറേ കൂടെ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കാര്യങ്ങളെ കുറച്ചും കൂടെ സ്പിരിച്വലി, ആത്മീയമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഉടനടി നിങ്ങൾ എന്തെങ്കിലും എനർജി വന്നു, പെട്ടെന്ന് നിങ്ങൾ റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു 10 ഓഫ് വോൺസിലും നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സമാധാനം, പീസ് കൊണ്ടുവരാനായിട്ട്. ഒത്തിരി ടെൻഷൻസ് ഉണ്ടാകാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം. അത് ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട്, അതുപോലെ തന്നെ ലൈഫിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് എന്ത് എനർജിയായിട്ട് ഞാൻ കണക്ട് ചെയ്യണം, എന്ത് എനർജി ആയിരിക്കും എനിക്ക് മുന്നോട്ട് സഹായമായിട്ട് നിൽക്കുന്നത്, അത് ചൂസ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് താനെടുക്കുന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനായിട്ടായിരിക്കാം. കോൺഫിഡൻസിൻ്റെ എനർജി ഷോക്കേസ് ചെയ്യാനായിട്ട്, ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള, നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടെങ്കിലും കുറച്ച് പേർക്കത് ധൈര്യപൂർവ്വം ഹാൻഡിൽ ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം.
കുറച്ച് പേർക്ക് നൈറ്റ് ടൈം ഒത്തിരി പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, ഒരു ഓഫർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. മെയിനായിട്ട് നിങ്ങളുടെ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു ഹാർട്ട് സ്പേസും അതുപോലെ തന്നെ മെൻ്റൽ എനർജിയും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒപ്പീനിയൻസ് ആയിരിക്കാം, അഭിപ്രായങ്ങളായിരിക്കാം. അത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് ഉൾക്കൊള്ളാനായിട്ടും ശ്രമിക്കുക. ആവശ്യമുള്ളത് എന്താണോ അത് സ്വീകരിക്കുക, അല്ലാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതും ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.